SRH തകർപ്പൻ വിജയം. KKRന്റെ കൊൽക്കത്തയിൽ ടോസ് നഷ്ടപ്പെട്ടിട്ട് ബാറ്റിംഗ് ആരംഭിച്ച SRHന് വിചാരിച്ചതിലേക്കാട്ടിലും സ്വപ്നതുല്യമായ തുടക്കം. അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ് സഖ്യം വീണ്ടും ഫോമിലേക്ക്. കഴിഞ്ഞ കളിയിൽ തുടക്കത്തിലുണ്ടായ ബാറ്റിംഗ് തകർച്ച ഇപ്രാവശ്യം അവർ തിരുത്തിയിരിക്കുകയാണ്. എന്താ ബാറ്റിംഗ്! 90 റൺസ് പാർട്ട്ണർഷിപ്പ്. അതിനുശേഷം കുറച്ച് പരിങ്ങലാണെങ്കിൽ പോലും ഹെൻറിച്ച് ക്ലാസൻ ആൻഡ് നിതീഷ് കുമാർ റെഡ്ഡിയുടെ മറ്റൊരു പാർട്ട്ണർഷിപ്പും ഉണ്ട്. 226 റൺസ് സ്കോർ ചെയ്തു. സെക്കൻഡ് ബാറ്റ് ചെയ്ത് KKR നിശ്ചിത 16 ഓവറിൽ 161 റൺസിന് ഓൾ ഔട്ട് ആയി. മിഡിൽ ഓവേഴ്സിൽ കളിക്കാൻ അവർക്കൊരു ബെറ്റർ ബാറ്റ്സ്മാന്റെ അഭാവം നമ്മളിന്ന് എവിഡന്റ് ആയിട്ട് കണ്ടു. നല്ലൊരു സ്റ്റാർട്ടാണ് KKRന് കിട്ടിയത്. പക്ഷേ അത് മുതലെടുക്കാൻ തുടർന്നു വന്ന ബാറ്റ്സ്മാർ കഴിഞ്ഞില്ല. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് പോയി. ഇങ്ങനെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ അജിങ്ക്യ രഹാനെ പറഞ്ഞ പോലെ കുറച്ചും കൂടി ടൈം എടുക്കായിരിക്കും. അവർ ടീം ഒന്ന് സെറ്റാവും. എല്ലാ ടീമിനും ആ സിങ്കപ്പ് ആവാനുള്ള ടൈം വേണം. ജയിച്ച ടീമുകളെല്ലാം ഗ്രേറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, തോറ്റ ടീമുകൾ മോശമാണെന്നും പറയുന്നില്ല. പക്ഷേ ഡൗൺ ദ ലൈൻ ഇനി കൂടുതൽ മാച്ച് കളിക്കുമ്പോൾ അവരുടെ ടീം സെറ്റാവും നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ കോമ്പറ്റീറ്റീവായ മാച്ചുകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.